ഹാഷിർ പറയുന്ന പോലെ എടാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഈ കുഞ്ഞ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നതിന് മുമ്പ് ചില പുറത്താക്കലുകൾ, കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ എഫ് സി ഗോവയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 45 മിനിറ്റ് മുമ്പ് എഫ് സി ഗോവ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ എല്ലാം ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ താരമായിട്ടുള്ള അർമാൻഡോ സാദിഖുവിനെ എഫ് സി ഗോവ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുമ്പം പുറത്താക്കിയെന്ന് പച്ചയ്ക്കല്ല പറഞ്ഞിരിക്കുന്നത്. ക്ലബ്ബും താരവും തമ്മിൽ പരസ്പര സമ്മതത്തോടുകൂടി ബന്ധം അവസാനിപ്പിച്ച് താരവും ക്ലബ്ബും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു. അതായത് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച, അതിന് മുന്നത്തെ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും പിന്നിൽ നിന്നേറ്റ കുത്തിന്റെ ചുരുക്ക് മുഴുവനും ഗോവയിലേക്ക് വന്ന് എതിരാളികളുടെ നെഞ്ചിലേക്കെല്ലാം വളരെ മനോഹരമായിട്ട് ഗോളുകൾ അടിച്ച് എഫ് സി ഗോവ ഇതുവരെ ഈ സീസണിൽ എവിടെ വരെ പോയി അതിന്റെയൊക്കെ പിന്നിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ച അർമാൻഡോ സാദിഖുവും എഫ് സി ഗോവയും തമ്മിൽ പരസ്പര സമ്മതത്തോടുകൂടി ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ക്ലബ്ബുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. രണ്ടു കൂട്ടരും സെപ്പറേറ്റഡ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു പോസ്റ്റിന് താഴെ എഫ് സി ഗോവയുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും നല്ല കഠോരമായിട്ടുള്ള തെറിവിളികൾ അവരുടെ മാനേജ്മെന്റിന് നേരെ കിട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് കളിച്ച താരത്തിനെ പുറത്താക്കിയത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണമൊന്നും ആർക്കും അറിയില്ല. എന്തായാലും എഫ് സി ഗോവയും അർമാൻഡോ സാദിഖും തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇനിയിപ്പോൾ ഏതെങ്കിലും വലിയ സൈനിക വരാനാണോ ഈ പുറത്താക്കലെന്ന് അറിയില്ല. ഏതായാലും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞിട്ടുണ്ട്.